ഹായ് ഓൾ. ഈ മാസം 1-ാം തീയതി മുതൽ, അതായത് 1 ഒക്ടോബർ 2020 മുതൽ ബാങ്കിങ് രംഗത്ത് RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ പരിഷ്കാരങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും അല്ലെങ്കിൽ വായിച്ചു കാണുമെന്നറിയാം. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം നമ്മളുടെ ഡെയിലി യൂസിൽ, നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസേജിൽ ഈ ഓർഡറിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു മെയിൻ കാര്യമായിരുന്നു കോണ്ടാക്ട്ലെസ് കാർഡ്. കോണ്ടാക്ട്ലെസ് കാർഡ് ഫെസിലിറ്റി നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ആ ഫെസിലിറ്റി കാർഡിന്റെ പ്രത്യേകതയാണ്. അത് ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിലും ഒരു മാറ്റം വരികയാണ് ഇതോടുകൂടി. RBI എല്ലാ ബാങ്കുകൾക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്ന ഒരു മെയിൻ ഇൻസ്ട്രക്ഷനാണ് അൺനെസസറി ട്രാൻസാക്ഷൻസ് ഫെസിലിറ്റീസ് എല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഫെസിലിറ്റി എന്താണ്, അതായത് നിങ്ങൾ ഇതുവരെ ഇ-കൊമേഴ്സിന് വേണ്ടി നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് ഇ-കൊമേഴ്സ് ഫെസിലിറ്റി ഡിസേബിൾ ആയിരിക്കും ഈ ഒക്ടോബർ 1 മുതൽ. അതുപോലെ നിങ്ങൾ ഇതുവരെ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നിങ്ങളുടെ കാർഡിൽ നടത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും ഡിസേബിൾ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് OTP ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ്, കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും CVVയും അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആർക്ക് വേണമെങ്കിലും നടത്താം. അതിന് OTP നിങ്ങളുടെ മൊബൈൽ വരില്ല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയിൽ കൂടി ഒന്ന് കണ്ടുകൊള്ളുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ആ വീഡിയോയ്ക്കകത്തും അവൈലബിൾ ആണ്. അപ്പം അതിനും ഒരു മാറ്റം വരികയാണ്. അതായത് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആവശ്യമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും. RBIയുടെ പുതിയ റൂൾ അനുസരിച്ച് ഓരോ ഫെസിലിറ്റിയും കാർഡിലെ, അത് ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, അതിലെ ഓരോ ഫെസിലിറ്റിയും ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും കസ്റ്റമർക്ക് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ATM ട്രാൻസാക്ഷൻ നടത്തണം, അതല്ലെങ്കിൽ EPOS, നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾ ഇനിയിപ്പോൾ ഒരിക്കലും ഒരു ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്താത്ത ആൾക്കാരാണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിസേബിൾ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ അതിനെ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനും ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും സെപ്പറേറ്റ് ഫെസിലിറ്റി കൊടുക്കണം. അതായത് എനിക്ക് ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഓരോ സർവീസും, ATM സർവീസുകൾ, EPOS സർവീസുകൾ, അതല്ലെങ്കിൽ ഇ-കൊമേഴ്സ് സർവീസ്, കോണ്ടാക്ട്ലെസ് സർവീസ്, ഈ സർവീസുകളെല്ലാം ഡൊമസ്റ്റിക്കിന് വേണ്ടിയും ഇന്റർനാഷണലിന് വേണ്ടിയും സെപ്പറേറ്റ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഉള്ള ഫെസിലിറ്റി കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കണം. അതാണ് പുതിയ ഓർഡറിന്റെ ഒരു മെയിൻ സാരാംശം. ഇനി ഈ സർവീസുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക എന്ന് നോക്കാം. 2 രീതിയിൽ നമുക്ക് ഈ സർവീസുകളെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ് ആണ്. നിങ്ങളിൽ മിക്കവരും നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുക. അതിൽ കാർഡ് മാനേജ്മെന്റ് സർവീസ് ഉണ്ട്. ആ സർവീസിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ് സർവീസുകൾ എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതത് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ഏത് ബാങ്കിൻ്റെ ആണ്, ഉദാഹരണത്തിന് ഇപ്പം SBIയുടെ ആണെങ്കിൽ SBIയുടെ മൊബൈൽ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ കാർഡ് ഫെസിലിറ്റീസ് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാം. ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ ത്രൂ
ഈ ഫെസിലിറ്റീസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. നിങ്ങൾ ഒരു SBI കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോയാണ് കിട്ടുക. ഇതിൽ നിന്നും മുകളിൽ ഇ സർവീസസ് എന്ന ഒരു മെനു കാണാൻ സാധിക്കും. ഈ സർവീസസിൻ്റെ അകത്ത് ATM കാർഡ് സർവീസസ് ഇത് സെലക്ട് ചെയ്യുക. ഈ വരുന്ന ഓപ്ഷൻസിൽ ATM കാർഡ് ലിമിറ്റ്, ചാനൽ, യൂസേജ് ചേഞ്ച് എന്നുള്ള ഈ മെനു സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ സർവീസസിൻ്റെ അകത്ത് ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് ചാനൽ ടൈപ്പ്, ചേഞ്ച് യൂസേജ് ടൈപ്പ്, ഇങ്ങനെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ചേഞ്ച് ചാനൽ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡിൻ്റെ സർവീസുകൾ ഓരോന്നും ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് ATM സർവീസ്, അതുപോലെ POS നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ സർവീസ്, അതുപോലെ തന്നെ മൂന്നാമതൊരു ഓപ്ഷനാണ് CNB. CNB എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് നോട്ട് പ്രസൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ആണ് CNB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചേഞ്ച് യൂസേജ് ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ യൂസേജും ഡൊമസ്റ്റിക് യൂസേജും ഒക്കെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. എൻ്റെ ഈ കാർഡിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ഉള്ള കാർഡുകളിൽ ഇവിടെ ഇൻ്റർനാഷണൽ ഫെസിലിറ്റിയും കാണിക്കും. അതുപോലെ NFC എന്ന് പറയുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഫെസിലിറ്റി. അതുപോലെ തന്നെ ഞാൻ വേറൊരു ICICIയുടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ കാണിക്കുകയാണ്. ICICI ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ആൻഡ് ലോൺസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ മാനേജ് യുവർ കാർഡ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സർവീസും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഉണ്ട്. അതായത് ATM വിഡ്രോവൽ, POS മെഷീനിലുള്ള യൂസേജ്, ഇ-കൊമേഴ്സ് യൂസേജ്, അതുപോലെ ടാപ്പ് ആൻഡ് പേ ആണ് നമ്മൾ ഈ പറഞ്ഞ കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ്. ഇതൊക്കെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ഉള്ള കാർഡുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനും കിട്ടും. ഈ കാർഡിൽ ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഓപ്ഷൻ കാണിക്കാത്തത്. ഇനി നമുക്ക് മൊബൈൽ ആപ്പ് വഴി എങ്ങനെയാണ് ഈ ഫെസിലിറ്റീസ് ആക്ടിവേറ്റ് ചെയ്യുക ഡീആക്ടിവേറ്റ് ചെയ്യുക എന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ സിറ്റി ബാങ്കിൻ്റെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, എങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക. കാർഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മാനേജ് കാർഡ് എന്ന ഒരു മെനു അവൈലബിൾ ആയിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനും അതുപോലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തൊട്ട് താഴെ നമുക്ക് ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻ്റെയും ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡിലെ ഓരോ ഫെസിലിറ്റിയും, അതായത് ATM വിഡ്രോവൽ, POS മെഷീനിലെ യൂസേജ്, കോണ്ടാക്ട്ലെസ് കാർഡ് പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഓരോ ഫെസിലിറ്റിയും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഇവിടെ ഓപ്ഷനുണ്ട്. ഇതായി കാണുന്നത് പോലെ നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലിനും സെപ്പറേറ്റ് തന്നെ ടാബ് ഉണ്ടാവും. നോർമലി ഇങ്ങനെ തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷനുകളിലും ഉണ്ടാവുക. ഡൊമസ്റ്റിക്
ട്രാൻസാക്ഷനുകളിൽ നിങ്ങൾക്ക് POS ട്രാൻസാക്ഷൻ ആവശ്യമുണ്ടോ, അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ATM വിഡ്രോവലിൻ്റെ ആവശ്യമുണ്ടോ, കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് ഇത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. RBIയുടെ പുതിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഫെസിലിറ്റി, ഉദാഹരണത്തിന് നിങ്ങൾ ഇതുവരെ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റി ബൈ ഡീഫോൾട്ട് ഓഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഇനി അത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനുകൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവയെല്ലാം ബൈ ഡീഫോൾട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഡിജിറ്റൽ ഫ്രോഡ് അല്ലെങ്കിൽ ഓൺലൈൻ ഫ്രോഡ് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RBI ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ട്രാൻസാക്ഷൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി അങ്ങ് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എനേബിൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താറില്ലാത്ത ഒരാളാണെന്ന് കരുതുക, നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നിങ്ങളുടെ കാർഡ് നിങ്ങൾ യൂസ് ചെയ്യാറേ ഇല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നാളെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എനേബിൾ ചെയ്യുകയും ചെയ്യാം. അതിന് ബാങ്കിൽ പോകേണ്ടതായ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനെ എനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ be up to date and stay safe. Bye.